എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയതിലേക്ക് സ്വാഗതം. ഹയർ സെക്കൻഡറി ഏകജാലക പ്രവേശനം +1 ഏകജാലക പ്രവേശനം ഒന്നാം അലോട്ട്മെന്റ് വിവരങ്ങൾ പബ്ലിഷ് ചെയ്ത് നമുക്ക് നോക്കാം. ഈ വർഷത്തെ +1 പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റ് 2026 ജൂൺ 15 രാവിലെ 10 മണി മുതൽ പ്രവേശനം ആരംഭിക്കും വിധം തരത്തിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2026 ജൂൺ 11 പരീക്ഷാ ഭവൻ കൈമാറിയ SLC പുനഃപരിശോധനാ ഫലം റിസൾട്ട് ഉൾപ്പെടുത്തിയാണ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത്. നിങ്ങളുടെ റീവാലുവേഷൻ റിസൾട്ടിന്റെ മാർക്ക് ഓട്ടോമാറ്റിക്കലി ആഡ് ആയിട്ടുണ്ടെന്നുള്ള വിവരം ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. അലോട്ട്മെന്റ് റിസൾട്ടുകൾ കാറ്റഗറി ലോഗിലെ ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട്സ് എന്ന ലിങ്കിലൂടെ അലോട്ട്മെന്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെന്റ് ലഭിച്ചവർ പ്രസ്തുത പേജിൽ നിന്നും അലോട്ട്മെന്റ് ലെറ്റർ എടുക്കുന്ന ലിങ്കിലൂടെ 2 പേജുള്ള അലോട്ട്മെന്റ് ലെറ്റർ പരിശോധിച്ച് പ്രവേശനത്തിന് രക്ഷകർത്താവിനൊപ്പം ഹാജരാവണം. അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിൽ നിന്നും അഡ്മിഷൻ സമയത്ത് പ്രിന്റ് എടുത്ത് നൽകുന്നതാണ്. ആദ്യ അലോട്ട്മെന്റുകളിൽ ഒന്നാമത്തെ ഓപ്ഷൻ ലഭിക്കുന്നവർ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. ഒന്നാമത്തെ ഓപ്ഷൻ ലഭിച്ചാൽ നിങ്ങൾ നിർബന്ധമായും സ്ഥിരപ്രവേശനം നേടണം. അടയ്ക്കേണ്ട ഫീസ് സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷന് ശേഷം സ്കൂളിൽ അടയ്ക്കാവുന്നതാണ്. അലോട്ട്മെന്റ് ലെറ്ററിൽ രേഖപ്പെടുത്തിയ ഫീസ് മാത്രമേ അടയ്ക്കേണ്ടതുള്ളൂ. മറ്റ് ഓപ്ഷനുകൾ അലോട്ട്മെന്റായി ലഭിക്കുന്നവർക്ക് ഇഷ്ടാനുസരണം താൽക്കാലിക പ്രവേശനമോ സ്ഥിര പ്രവേശനമോ നേടാം. ഇപ്പം നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ മറ്റേത് ഓപ്ഷൻ ലഭിച്ചാലും നിങ്ങൾക്ക് പെർമനന്റ് അഡ്മിഷനോ ടെമ്പററി അഡ്മിഷനോ എടുക്കാം. താൽക്കാലിക പ്രവേശനത്തിന് ഫീസ് ഒടുക്കേണ്ടതില്ല. താൽക്കാലിക പ്രവേശനം നേടുന്നവർക്ക് ആവശ്യമെങ്കിൽ തിരഞ്ഞെടുത്ത് ഏതാനും ഉയർന്ന ഓപ്ഷനുകൾ മാത്രമായി റദ്ദാക്കുകയും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 4ാമത്തെയും 3ാമത്തെയും ഒക്കെ ക്യാൻസൽ ചെയ്ത് കളയാനുള്ള ഓപ്ഷനും ഇപ്പോൾ അവൈലബിൾ ആണെന്നുള്ളവരും ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അലോട്ട്മെന്റ് ലഭിച്ചിട്ടും താൽക്കാലിക പ്രവേശനം നേടാതിരിക്കുന്ന വിദ്യാർത്ഥികളെ തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ പരിഗണിക്കില്ല. അതായത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ട് അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങളെ തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ പരിഗണിക്കില്ല. ആദ്യ അലോട്ട്മെന്റ് ഇടം നേടാത്തവർ അടുത്ത അലോട്ട്മെന്റുകൾക്കായി കാത്തിരിക്കുക. നിങ്ങൾ ഒന്നാമത്തെ അലോട്ട്മെന്റ് നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ അടുത്ത അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ആണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. വിദ്യാർത്ഥികൾ തങ്ങൾ അപേക്ഷിച്ച ഓരോ സ്കൂളിലെയും കാറ്റഗറി തിരിച്ചുള്ള അവസാന റാങ്ക് വിവരങ്ങൾ പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾക്ക് കാറ്റഗറി അനുസരിച്ചുള്ള റാങ്ക് വിവരങ്ങൾ ലഭ്യമാണ്. അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ സ്കൂളിൽ പ്രവേശനത്തിന് ഹാജരാവണം. നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർദ്ദിഷ്ട സമയത്തിനകം ഹാജരാവണം. അലോട്ട്മെന്റ് ലെറ്ററിൽ ഒന്നാമത്തെ പേജിൽ ഹാജരാകുന്ന രേഖകളുടെ വിവരങ്ങളും പഠനത്തിനായി തിരഞ്ഞെടുക്കുന്ന 2ാം ഭാഷയും രേഖപ്പെടുത്തി വിദ്യാർത്ഥിയും രക്ഷകർത്താവും ഒപ്പുവെച്ചിരിക്കണം. യോഗ്യതാ സർട്ടിഫിക്കറ്റ്, വിടുതൽ സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ്, ബോണസ് പോയിന്റ്, ടൈ ബ്രേക്ക് എന്നിവ ആവശ്യപ്പെട്ടിട്ടുള്ളവർ പ്രസ്തുത സർട്ടിഫിക്കറ്റുകളും അസൽ ഹാജരാക്കണം. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട ബോർഡിൽ നിന്നും ലഭിക്കാത്ത വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ സമയം അനുവദിക്കുന്നതിന് പ്രവേശനത്തിനായി വിദ്യാർത്ഥികൾ സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന യോഗ്യത തെളിയിക്കുന്ന പകർപ്പുകൾ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകൾ സ്വീകരിക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ സ്കൂൾ അധികൃതർ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ പ്രസ്തുത റിസൾട്ടിന്റെ സാധ്യത ഉറപ്പാക്കുന്നതാണ്. പ്രവേശന സമയത്ത് വിടുതൽ സർട്ടിഫിക്കറ്റിന്റെയും സ്വഭാവ സർട്ടിഫിക്കറ്റും നിർബന്ധമായി ഹാജരാക്കണം. നിങ്ങൾ TCയും സ്വഭാവ സർട്ടിഫിക്കറ്റും അഡ്മിഷൻ സമയത്ത് നിർബന്ധമായി ഹാജരാക്കണം. പിന്നെ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളെല്ലാം രക്ഷകർത്താവിനൊപ്പം സ്കൂളിൽ പ്രവേശനം നേടേണ്ടതാണ്. ഇത്രയും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. അപ്പോൾ പുതിയ കാണുന്നവരെ